നമ്മൾ മറ്റു ആചാരങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നിക്കാഹിന്റെ തലേന്നോ അല്ലാത്ത ദിവസമോ മഞ്ഞൾ പുരട്ടിയിട്ട് മഞ്ഞക്കുപ്പായമിട്ട് മഞ്ഞക്കോലം കെട്ടി ആർക്ക് വേണ്ടിയായി കോലം കെട്ടൽ? എന്തിനാണ് ഈ ആഭാസങ്ങളൊക്കെ? മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് ചെയ്യാൻ പാടുള്ളതുണ്ടോ? നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇത് നമുക്ക് പറ്റാത്തതല്ലേ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരം നിങ്ങൾ നിങ്ങളുടെ ആചാരമാക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് മുത്തനബി പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാടില്ലാത്ത സംഗതിയല്ലേത്? അതുപോലെയുള്ള അനാചാരങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലകളിൽ നിന്ന്, അതിന്റെ ടൗണുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ വില്ലേജുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് വരെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പവിത്രമായൊരു സംസ്കാരമില്ലേ നമുക്ക്? മഹദി അവരുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഭർത്താവിന്റെ മരണശേഷം മഹദി റളിയല്ലാഹു അൻഹ വിരിപ്പിൽ കിടക്കയിൽ പിന്നെ വിരിപ്പ് വിരിക്കാറില്ലായിരുന്നു. പച്ചക്കട്ടിലില്ല കിടക്കാറുണ്ടായിരുന്നത്. ഭർത്താവിന്റെ വിയോഗത്തിന്റെ ശേഷം അവര് തന്റെ മുലകുടി ബന്ധമുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകം ആസ്വദിക്കാനല്ല, ഇവിടത്തെ വന്നമാരുതൻ അനുഭവിക്കാനുമല്ല. പക്ഷേ എനിക്കെന്റെ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ട്. അള്ളാഹുവിനെ കാണണമെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യണമല്ലോ. നന്മകൾ ചെയ്യണമെങ്കിൽ ആയുസ് വേണ്ടേ? അതുകൊണ്ടാ മോനെ ഞാൻ നിൽക്കുന്നത്. ലഅല്ലഹു യജ്മഉ ബൈനി വബൈന അബി സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന. അങ്ങനെ എനിക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്റെ ഭർത്താവ് സുലത്ത് ഇബ്നു അശ്യം എന്ന് പറഞ്ഞ അബൂ സുഹ്ബായിനെയും എന്റെ മോനെയും സ്വർഗത്തിൽ വെച്ച് കാണണം. അതിനാണ് എന്റെ ഭർത്താവിന്റെ മരണശേഷം, എന്റെ മക്കൾ മരിച്ചുപോയതിന്റെ ശേഷം ഞാൻ ഈ ജീവിക്കുന്നത് എന്റെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവരെ സംബന്ധിച്ചാണ് അസീറത്തുൽ ആബിദ എന്ന് പറയുന്ന മഹദി പറഞ്ഞത്. മഹദി റളിയല്ലാഹു അൻഹു മരണമാസന്നമായി മുആദത്തുൽ അദവിയ്യ, നേരത്തെ പറഞ്ഞ പുതിയ പെണ്ണ്, ഭർത്താവ് നിസ്കരിക്കുന്നത് മുഴുവനും നോക്കി നിന്ന് ആദ്യരാത്രി നിന്ന് കഴിച്ച മഹദി മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹു മരണമാസന്നമായപ്പോ കൂടെയുള്ള ആളുകളൊക്കെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ലോകപ്രശസ്തയായ മഹദി, ഒരുപാട് ത്യാഗം ചെയ്ത മഹദി, അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ഒരു തരുണീരത്നം ലോകത്തോട് വിട പറയുമ്പോ ബക്കത്ത് സുമ്മ വഹികത്ത്, കരഞ്ഞു, പിന്നെ ചിരിച്ചു. ആളുകൾ ചോദിച്ചു, യാ മുആദ, എന്തിനാ നിങ്ങൾ ചിരിച്ചത്? എന്തിനാ നിങ്ങൾ കരഞ്ഞത്? മിമ്മൽ ബുകാ വമിമ്മൽ വഹക്. എന്തിനായിരുന്നു ഈ ചിരി? എന്തിനായിരുന്നു ഈ കരച്ചിൽ? അവർ പറഞ്ഞു, ഞാൻ കരയാൻ കാരണം ഫഇന്നീ ദകർതു മുഫാറഖത സിയാമി വസ്സലാത്തി വദ്ദിക്ർ. സഹോദരിമാരെ, ഒന്ന് ഓർത്തു നോക്കണേ, ഞാൻ ഈ കരയുന്നത് എന്റെ മരണത്തോടുകൂടെ ഇനി നിസ്കരിക്കാനോ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാനോ നോമ്പെടുക്കാനോ സാധിക്കുകയില്ലല്ലോ. അതിനായിരുന്നു ഈ കരച്ചിൽ. മിമ്മൽ ബുകാ, എന്തിനാ കരച്ചിൽ? മക്കളെ വിട്ടെറിഞ്ഞു പോവുകയാണല്ലോ, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, വീട് കുടിയിരുന്നിട്ടില്ലല്ലോ, ഒന്നുമല്ല വിഷയം. മിമ്മൽ ബുകാ, എന്തിനായി കരച്ചിൽ? കാരണം ലിമുഫാറഖത്തി സിയാമി വസ്സലാത്തി വദ്ദിക്ർ. കണ്ണുകൾ അടഞ്ഞുപോയാൽ പിന്നീട് ദിക്ർ ചൊല്ലാൻ കഴിയില്ലല്ലോ. കണ്ണുകൾ അടഞ്ഞുപോയാൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. കണ്ണുകൾ അടഞ്ഞുപോയാൽ പകൽ നേരത്തെ നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. ഇനി എനിക്ക് എന്റെ റബ്ബിനോട് അടുക്കാനുള്ള വഴികൾ നഷ്ടപ്പെടുകയല്ലേ? ആ സങ്കടമോർത്ത് കരയുകയാണെന്നും ഞാൻ ചിരിക്കാൻ കാരണം ഫഇന്നീ നദർതു ഇലാ അബി സുഹ്ബാ, ഞാൻ അബൂ സുഹ്ബായിനെ കണ്ടു, എന്റെ ഭർത്താവ് സുലത്ത് ഇബ്നു അശ്യമിനെ കണ്ടു. എന്റെ മുമ്പിലേക്ക് ഒരു വീടിന്റെ വരാന്തയിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അലൈഹി ഹുല്ലതാനി ഖുറാവതാനി, പച്ച രണ്ട് പുതപ്പുകൾ പുതച്ച് എന്റെ ഭർത്താവ് ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നതും ഞാൻ അങ്ങോട്ട് ചിരിച്ചതും ഞാൻ കണ്ടതാ. ഫഇന്നീ നദർതു ഇലാ അബി സുഹ്ബാ. ഇതൊരു വലിയ അനുഭവമാണ്. മരണസമയത്ത് മാലാഖമാരെ പോലും മനുഷ്യർക്ക് കാണാൻ കഴിയുമെന്നാണ്. മലക്കുകളെ കാണാൻ കഴിയും മരിക്കുമ്പോ. മരിച്ചുപോയ സുലത്ത് ഇബ്നു അശ്യം എന്ന പുതിയാപ്പിളയെ മരണമാസന്നമായപ്പോ കണ്ടു. മുആദ് റളിയല്ലാഹു അൻഹു മുആദത്തുൽ അദവിയ്യ കണ്ടു, ഒരു വീടിന്റെ ബാൽക്കണിയിൽ കണ്ടു. ഒരു ആൾക്കൂട്ടത്തിലാണ്. വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുനിയാ ശബഹാ. ആ ചെറുപ്പക്കാരെ പോലൊരു സംഘത്തെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സംഘത്തിന്റെ കൂടെയുണ്ട് എന്റെ ഭർത്താവ്.
അലൈഹി ഹുല്ലതാനി ഖുനറാവതാൻ. എന്റെ പച്ച പുതപ്പുകൾ പുതച്ച് എന്റെ ഭർത്താവിനെ നോക്കി ചിരിച്ചു. ഞാൻ അങ്ങോട്ടും ചിരിച്ചു. അതാണ് ഞാൻ ചിരിക്കാൻ കാരണമെന്ന് ലോകത്തോട് വിട പറയുന്ന സ്വർഗത്തിലേക്ക് പോയ ഭർത്താവിനെ കണ്ടുകൊണ്ട് കണ്ട മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകകളല്ലയോ? ആ മഹദി പറഞ്ഞു, വലാ അറാനി ഉദ്രികു ബഅദ ദാലിക ഫർളൻ മഅകും. പെണ്ണുങ്ങളെ, നിങ്ങൾ എന്റെ മരണം കാണാൻ വന്നവരല്ലേ, നിങ്ങളോടൊന്ന് ഞാനൊന്ന് പറയട്ടെ, എന്റെ ഭർത്താവിനെ ഞാൻ കണ്ടുവല്ലോ, ഇനി ഒരിക്കലും ഒരു ഫർള് നിസ്കാരത്തിന്റെ സമയം നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ ബാക്കിയുണ്ടാവില്ല. അടുത്ത ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. മുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ആ മഹദി ലോകത്തോട് വിട പറയുകയും ചെയ്തു. എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചത്? തന്റെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി പറയുകയും തന്റെ മുമ്പേ കഴിഞ്ഞുപോയ സാത്വികനായ ഒരു ഭർത്താവിനെ കണ്ടുകൊണ്ട് സ്വർഗലോകത്ത് വെച്ച് നടക്കുന്ന ഒരു കാര്യം, ദൃശ്യം അള്ളാഹുവോട് വെച്ച് കാണിച്ചു കൊടുക്കുന്നതും സ്വർഗം കണ്ട് മരിച്ചുപോയ മഹദി റളിയല്ലാഹു തആല അൻഹയാണ് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു